ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഈ ഒരു നല്ല ചൂടുള്ള സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് സാലഡിന്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യണത്. അപ്പോൾ ഇതിൽ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല, അതുപോലെ കസ്റ്റാർഡ് പൗഡർ ഉപയോഗിക്കുന്നില്ല, അതുപോലെ പശുവിൻ പാലൊന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല ഹെൽത്തിയും അതുപോലെ ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട് അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാട്ടോ. ശരിക്കും ചൂടിനൊക്കെ നല്ലൊരു ആശ്വാസമായിരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അതുപോലെ ഇതെന്ന് പറയുന്നത് നല്ലൊരു ഫില്ലിങ്ങും കൂടിയാണ് ഈ ഒരു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റം ഉണ്ടാ. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് സബ്ജ സീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ സബ്ജ സീഡ്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/4 കപ്പോളം അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് വീർത്ത് വരട്ടെ, ഒരു 10 മിനിറ്റ് കൂടെ ഇരുന്നോട്ടെ കേട്ടോ. സബ്ജ സീഡ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ടെമ്പറേച്ചർ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ചൂടുള്ള സമയത്ത് ഭയങ്കര നല്ലതാണ് ശരീരം തണുക്കാനൊക്കെ വേണ്ടിയിട്ടാ. സബ്ജ സീഡ്സ് അല്ലെങ്കിൽ കറുത്ത കസ്കസ് എന്നൊക്കെ പറയും ഇതിനെ. കുതിർന്ന് വരട്ടെ. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഫ്രൂട്ട്സ് നമുക്ക് ഉപയോഗിക്കാം. ഒന്നില്ലെങ്കിൽ പഴം തന്നെയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ റോബസ്റ്റ് പഴം എടുത്തിരിക്കുന്നത്. പഴമാണ് കുറച്ച് കൂടുതൽ അളവിൽ എടുക്കുന്നത്. 2 മീഡിയം സൈസിലുള്ള റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. പിന്നെ മാതള നാരങ്ങ അല്ലെങ്കിൽ പൊമോഗ്രാനേറ്റ് എടുത്തിട്ടുണ്ട്. ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഓറഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സ് അല്ലെങ്കിൽ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. മുന്തിരി എടുക്കുമ്പോൾ കുരുയില്ലാത്തത് എടുക്കാം, അല്ലെങ്കിൽ കുരു മാറ്റിയതിന് ശേഷം എടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് പഴുത്ത അങ്ങോട്ട് എന്താ പറയുക ചെയ്യാൻ പോണ ടൈപ്പ് അങ്ങനത്തെ പഴം എടുക്കണ്ട. നിങ്ങൾക്ക് നേന്ത്രപ്പഴം വേണമെങ്കിൽ നേന്ത്രപ്പഴം എടുക്കാം. ഏത് പഴം വേണമെന്നുണ്ടെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് മുറിച്ചെടുക്കാം. ചെറുതായിട്ട് മാക്സിമം ചെറുതാക്കി തന്നെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ചെറുതാക്കണമെന്നൊന്നുമില്ല. ഇതുപോലെ രണ്ടായിട്ടൊന്ന് മുറിച്ച് കനം കുറച്ചൊന്ന് മുറിച്ചെടുക്കാണ്. പിന്നെ പപ്പായ, അതുപോലെ വാട്ടർമെലനൊക്കെ ഉണ്ടല്ലോ, തണ്ണിമത്തൻ, അതുപോലെയുള്ള ഫ്രൂട്ട്സ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പപ്പായൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും അതിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും കൂടുതലായിട്ട് വരിക. പിന്നെ ഇങ്ങനെ ഉടഞ്ഞു വരാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് വാട്ടർമെലൻ അല്ലെങ്കിൽ തണ്ണിമത്തനൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഞാൻ എടുക്കുന്നില്ല. പഴം ഞാൻ 2 എണ്ണം എടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എടുക്കുന്നത് പഴമാണ്. ബാക്കിയുള്ള ഫ്രൂട്ട്സും വളരെ കുറഞ്ഞ അളവിൽ തന്നെയാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ കട്ട് ചെയ്തെടുത്ത പഴം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ കസ്കസ് സബ്ജ സീഡ്സ് ഒക്കെ എടുക്കുമ്പോൾ എന്താ പറയുക കുറച്ച് അളവിൽ അത്യാവശ്യം വേണം കേട്ടോ. അതുപോലെ മുന്തിരി ആണെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാവുന്നതുള്ളൂ. പിന്നെ സ്ട്രോബെറി ആണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറി എടുക്കാം. പിന്നെ ഒരുപാട് അങ്ങോട്ട് പുളിയുള്ള ഫ്രൂട്ട്സ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ടേസ്റ്റ് വൈസ്. പിന്നെ പൈനാപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിലും നേരിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കയ്പ്പ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പൈനാപ്പിൾ ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് വേവിച്ചതിന് ശേഷം മാത്രം ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നതുള്ളൂ. നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളിതിലേക്ക് സബ്ജ സീഡ്സ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ കുറേ സമയം നമുക്ക് വിശക്കൊന്നുമില്ല. ഇതാ മുന്തിരിയും ഇപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു പിടി മുന്തിരി അത്രയാണ് ചേർക്കണത്. നമുക്ക് 2 കളർ മുന്തിരി വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. പിന്നെ മാതള നാരങ്ങ, അത് വളരെ കുറച്ച് മതി, മുറിച്ചെടുക്കാം. മാതള നാരങ്ങയ്ക്ക് ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് പൊളിച്ചെടുക്കാനൊക്കെ പറ്റും. ഇത് മതി കേട്ടോ, ഒരുപാട് വേണ്ട. അപ്പോൾ മാതള നാരങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ആപ്പിളാണ് എടുക്കുന്നത്. ഒരെണ്ണം മുഴുവൻ വേണ്ട, നമുക്കൊരു ചെറിയ കഷ്ണം തന്നെ മതി, ഒരുപാട് വേണ്ട. ഇതിൻ്റെ ഒരു 1/4 ഭാഗം തന്നെ എടുത്തിട്ടുള്ള. തൊലി കളയണമെങ്കിൽ നിങ്ങൾക്ക് കളയാം, ഞാൻ ഇപ്പോൾ തൊലി കളയുന്നില്ല. നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കാം. ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
പിന്നെ അപ്പം തന്നെ കഴിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് ഇതിലേക്ക് ചേർക്കാം. ഒരുപാട് സമയം വെക്കാനാണെങ്കിൽ ഓറഞ്ച് നിങ്ങൾ ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു കയ്പ്പരസം വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഓറഞ്ച് ഞാൻ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഓറഞ്ച് ചേർക്കുമ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചേർക്കുക. കുരുവുള്ള ഓറഞ്ചാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. കുരു കളയാം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഇങ്ങനെ കുരു കടിക്കുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഓറഞ്ച് കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇതിപ്പോൾ നല്ല മധുരമുള്ള ഓറഞ്ച് കേട്ടോ. അപ്പോൾ ഓറഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈന്തപ്പഴം എടുക്കുന്നുണ്ട്. ഈന്തപ്പഴം ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല, ഒരു 3 എണ്ണം അതിനെ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എങ്ങനത്തെ ടൈപ്പ് വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം, ഇപ്പോൾ ഹാർഡായിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ വെള്ളത്തിന് കുതിർത്തിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ ഒരു നമുക്ക് മധുരം ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ചേർത്താലും മതി ഇതിലേക്ക് ആകുമ്പോൾ. അതുപോലെ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ പഞ്ചസാരയൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈന്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. ഞാൻ ഇവിടെ കുറച്ച് ഗോൾഡൻ റേസിൻസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 6-7 ബദാം എടുത്തിരിക്കുന്നത് കേട്ടോ. അതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ചേർക്കുമ്പോൾ ഒരു ക്രഞ്ചി എഫക്റ്റ് കിട്ടും. ഇതൊക്കെ പിന്നെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതൊന്നും ചേർക്കണമെന്നൊരു നിർബന്ധമില്ല. ബനാന മാത്രമാണെങ്കിലും ബനാനയും സബ്ജ സീഡ്സ് ചേർക്കണം കേട്ടോ. സബ്ജ സീഡ്സും പിന്നെ ബാക്കി ഇതൊരു ലിക്വിഡ് ഫോമിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അതും മസ്റ്റായിട്ട് ചേർക്കാം. അപ്പോൾ ബദാം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സബ്ജ സീഡ്സ് നന്നായിട്ട് കുതിർന്നിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇത്രയും ക്വാണ്ടിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 15 ബദാമാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും കുതിർത്തി എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലും നല്ലതാണ്. ഞാനിപ്പോൾ കുതിർത്തിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് കഴുകിയതിന് ശേഷം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 15 ബദാമും അതിൻ്റെ കൂടെ കുറച്ച് വെള്ളമാണ് ഉള്ളത്. വെള്ളം നമുക്കിപ്പോൾ ഒഴിച്ചു കൊടുക്കണ്ട, കാരണം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബദാം മാത്രം ആദ്യം ചേർക്കുക. ഇപ്പോൾ കഴുകിയെടുക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് നല്ലപോലെ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം മാത്രം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് ആൽമണ്ട് മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യണത്. അപ്പോൾ ആൽമണ്ട് മിൽക്കിന് പകരം നിങ്ങൾക്ക് നാളികേരപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ സാധാരണ പശുവിൻ പാലുണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇതേ കണ്ടോ, ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബദാം കുതിർത്തിയെടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഒരു ഓവർനൈറ്റൊക്കെ കുതിർത്തിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ആണ് ആദ്യം പൊടിച്ചതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കേണ്ടത് കേട്ടോ. അതേ ഒരു 1/4 കപ്പോളം അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണത്. അരഞ്ഞു വരട്ടെ. അപ്പോൾ അതേ നമ്മുടെ നല്ല തിക്കായിട്ടുള്ള ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നാളികേരപ്പാലാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ ഈ ബദാം മിൽക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് അരിക്കണമെന്നില്ല. പിന്നെ നമ്മൾ കുതിർത്തി വെച്ച ഈ ഒരു സബ്ജ സീഡ്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കാം. ഇത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഇത് ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും, പക്ഷേ കുഴപ്പമില്ല, അതോടുകൂടി തന്നെ ചേർക്കാം. സബ്ജ സീഡ്സ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിലേക്ക് ചേർക്കണം. പിന്നെ ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. കാരണം ബദാം മിൽക്കിന് അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ടായിരുന്നു. ഇനി ഈ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ലൂസാക്കി എടുക്കണം നമ്മൾ. ഇനി നമുക്കിതിലേക്ക് മധുരമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ പഞ്ചസാരയല്ല ചേർക്കണത്, തേനാണ് ചേർക്കണത്. അപ്പോൾ ഒന്നും കൂടിയും എന്താ പറയുക, ഹെൽത്തി ആയിട്ട് മാറും. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. തേനേക്കാളും ടേസ്റ്റ് വൈസ് നല്ലത് പഞ്ചസാരയാണ്. ഇത് ഞാനിവിടെ തേൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മധുരത്തിനനുസരിച്ച്, നല്ല മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് തന്നെ തേൻ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ നിറയെ തേൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഇതെന്ന് പറയുന്നത് സ്പൂണിൽ ഇതുപോലെ കോരി കഴിക്കാവുന്ന ഒരു പരുവം, അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല.
ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പിച്ചതിന് ശേഷം അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ എടുക്കണ ഫ്രൂട്ട്സ് തണുപ്പിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പം തന്നെ കഴിക്കാവുന്നതുള്ളൂ കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ സീഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇപ്പോൾ സൺഫ്ലവർ സീഡ്സോ പംകിൻ സീഡ്സോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട സീഡ്സ് ചേർക്കാം. നട്ട്സിൽ ഇപ്പോൾ കാഷ്യൂനട്ട്, വാൾനട്ട്സ് അങ്ങനെ എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ചേർക്കാവുന്നതുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേനിന് പകരം പഞ്ചസാര ഉപയോഗിക്കാം കേട്ടോ. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ തേനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് വൈസ് നല്ലതാണ്. പക്ഷെ ഹെൽത്തി ആയിട്ട് ചെയ്യുമ്പോൾ പഞ്ചസാരയ്ക്ക് പകരം തേനായിരിക്കും നന്നായിട്ട് വരിക. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ രണ്ടും കൂടെ കുറേശ്ശെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് സാലഡ് റെഡി ആയിട്ട് നമുക്കിപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് കേട്ടോ. ഒരു മധുരം എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഡെസേർട്ടൊക്കെ ആയിട്ട് തയ്യാറാക്കാവുന്നതുള്ളൂ. നല്ല ഹെൽത്തിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. നല്ല തണുപ്പിച്ചതിന് ശേഷം നിങ്ങൾ കഴിക്കാം കേട്ടോ. അപ്പോഴായിരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ വരിക. അപ്പോൾ കൂടുതൽ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കും തോറും നല്ല കളർഫുള്ളും കൂടുതൽ ഹെൽത്തിയും ടേസ്റ്റിയൊക്കെ ആയിട്ട് തന്നെ മാറും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് സാലഡ് നിങ്ങൾ തയ്യാറാക്കുക. പ്രത്യേകിച്ച് ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. ഒരു ബൗളിലൊക്കെ, ഒരു ചെറിയ ബൗളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ല ഫില്ലിങ്ങോട് കൂടിയുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ബൗളിലോ ആയിട്ട് കഴിക്കാവുന്നതല്ലോ കേട്ടോ. അത് ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ബദാം മിൽക്ക് നിൽക്കുക, അത്രയും മതി. ഒരുപാട് അങ്ങോട്ട് വാട്ടറായിട്ട് വേണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതിലേക്ക് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതുള്ളൂ. ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെയാണെങ്കിൽ അടിപൊളി കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഈ ഒരു ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് അല്ലെങ്കിൽ നല്ലൊരു ഫ്രൂട്ട് സാലഡ് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ യൂസ്ഫുൾ ആയി എന്ന് തോന്നണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.